രാഹുൽ ഗാന്ധി വലിയ ആരോപണങ്ങൾ രാജ്യത്തെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കർണാടകയിൽ 1,00,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. തൊട്ടുപിറകെ ഇന്ത്യ സഖ്യത്തിലെ 300ഓളം MP-മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രകടനമായി എത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പ്രത്യക്ഷ സമരത്തിന് കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളും നേതൃത്വം നൽകിയാണ്. അതിനൊപ്പം തന്നെ വിവിധ PCCകൾ തങ്ങളുടെ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറയുന്ന സാഹചര്യം ഒഡീഷ PCC അധ്യക്ഷൻ, ബീഹാർ PCC അധ്യക്ഷൻ ഒക്കെ ഇക്കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ഈ വിഷയം എങ്ങനെയാണ് ഒരു ആയുധമാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഈ ആരോപണമല്ലാതൊരു സത്യം തന്നെ, അതിനെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് ഒരു സംവിധാനത്തിന് മുമ്പിലല്ല, ജനങ്ങളിലേക്കായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സംവിധാനങ്ങളെ, ഇവിടുത്തെ സിസ്റ്റം വളരെയധികം പരാജയത്തിലാണ്. അതല്ലെങ്കിൽ അവിടെ നീതി കിട്ടില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് രാഹുൽ ഗാന്ധി അത് ജനങ്ങളിലേക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് ജനകീയ കോടതിയിൽ തന്നെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയും ഒപ്പം കൃത്യമായ തെളിവുകൾ കൊടുക്കേണ്ട വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, വിവിധ മലയാളം ചാനലുകൾ ഉൾപ്പെടെയുള്ളവർ വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് ഈ വോട്ട് ചേർത്തതിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും ഫ്ലാറ്റ് ഉടമകൾ പോലും അറിയാതെ അവരുടെ വീട്ടിലെ അഡ്രസ്സൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ കൃത്യമായി ചോദിച്ചതായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ ചോദിച്ചിട്ട് തന്നിട്ടില്ല, CCTV ഫുട്ടേജ് തന്നിട്ടില്ല, പേപ്പറുകൾ നശിപ്പിക്കുന്നു, അത് പേപ്പറുകൾ മാത്രം തരുന്നു, അത് നോക്കി കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ. പക്ഷേ അവിടെയും രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യം, അത് മൊത്തം 6 മാസത്തോളം സമയമെടുത്ത് അതെല്ലാം നോക്കി കൃത്യമായി എവിടെയൊക്കെയാണ് കള്ളത്തരങ്ങൾ ഉള്ളത് എന്നുള്ളത് കണ്ടെത്തി തെളിവ് സഹിതമാണ് മുന്നോട്ട് വെച്ചത്. ഈ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്രയിലെ ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര, രണ്ടാമത്തെ ന്യായ് യാത്ര, ഇതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു: വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന്. താങ്കളൊരു യാത്രിക കൂടിയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ സ്നേഹത്തിന്റെ കട തുറന്നതിന്റെ ഒരു പരിണിത ഫലം ആയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് തകർന്നടിയെന്ന് പറയുമ്പോഴും 100-നടുത്ത് സീറ്റുകളിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞു. ഈ വ്യാജ വോട്ട് ആരോപണം മാറ്റി നിർത്തി പറയുമ്പോഴും ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആശയം രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു തെളിവായി നമുക്ക് ആ ജോഡോ യാത്രയ്ക്ക് ശേഷമുള്ള കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തെ നോക്കിക്കാണാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. ഭാരത് ജോഡോ യാത്ര പറഞ്ഞ പോലെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, നമ്മൾ വിവിധ വസ്ത്രം ധരിക്കുന്നു, വിവിധ ഭക്ഷണം കഴിക്കുന്നു, വിവിധ തരത്തിൽ ചിന്തിക്കുന്ന, വിവിധ ഭാഷ സംസാരിക്കുന്ന, നാനാത്വത്തിൽ ഏകത്വമുള്ളൊരു രാജ്യത്ത് പലതരത്തിലുള്ള ജനങ്ങളിൽ പലതരത്തിലുള്ള വിഭാഗീയതകൾ അതിനോടൊപ്പം അതുപോലെ തന്നെ ഉള്ളപ്പോൾ അതിനെല്ലാം ഒറ്റ ഏകോദര സഹോദരങ്ങളാക്കി ഒറ്റ നൂലിൽ കോർത്ത മുത്തുമണി പോലെ മാല പോലെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തിയത്. ജനങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. ജനങ്ങളെ തൊട്ടറിഞ്ഞ് ചേർത്ത് നിർത്തി. അതിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കക്ഷി, രാഷ്ട്രീയ, ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആണ് ആ യാത്ര നടത്തിയത്. അത് സ്നേഹത്തിൻ്റെ ആ ഒരു വിഭാഗീയത എല്ലാം മാറി ജനങ്ങളിൽ സ്നേഹത്തിൻ്റെ വിത്ത് പാകുകയാണ് ചെയ്തത്. ഒരു സ്നേഹത്തിൻ്റെ പ്രവാചകനായിട്ടാണ് മറ്റൊരു രാഹുൽ ഗാന്ധിയായിട്ടാണ് ജനം നോക്കിക്കണ്ടത്. രണ്ടാമത്തെ യാത്രയാണെങ്കിലോ ന്യായ് യാത്ര കൃത്യമായിട്ടും പലവിധ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം തേടിക്കൊണ്ടുള്ള യാത്രയായിരുന്നു. അതായത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന വലിയൊരു സമൂഹമുണ്ട് ഇന്ത്യയിൽ. അത് OBC വിഭാഗം, ആദിവാസി വിഭാഗങ്ങൾ, അതുപോലെ ജാതിപരമായിട്ടുള്ള വിഭാഗീയത അതാണ് ജാതി ജൻഗണനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടന വളരെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷം, അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും പലതരത്തിൽ വേട്ടയാടപ്പെടുന്നു. നമുക്കറിയാം, മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്ന സമയത്ത് മൻമോഹൻ സിംഗിന്റെ സർക്കാർ സച്ചാർ കമ്മിറ്റി കൊണ്ടുവന്നിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ
അതിന് ആ സമയത്ത് തന്നെയാണ്, അതിനുശേഷമാണ് ഇവിടെ പാലോളി പോകുന്നത് പാലോളി കമ്മീഷൻ ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ അകത്തും പറഞ്ഞിരിക്കുന്നതിൽ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിണറായി സർക്കാർ കേരളത്തിന് മാത്രം കാര്യമെടുത്ത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ എന്നും ചേർത്ത് നിർത്തുന്നതാണ് UPA സർക്കാരാവട്ടെ, അന്ന് കേരളത്തിലുള്ള സർക്കാരുകളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ LDF സർക്കാർ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന LDF സർക്കാർ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ കാണുന്നതും വളരെ വലിയ ഒരു അന്തരമുണ്ട്. അവർ തന്നെ പറയുന്നതനുസരിച്ച് 80-20 എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുകയും, ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷ ക്ഷേമ സമിതികൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് ചെയ്യാതെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിം ന്യൂനപക്ഷ ക്ഷേമ ബോർഡുകൾ ആവശ്യകതയുണ്ട്. അത് മുൻപിൽ വന്നിട്ട് അതിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് സർക്കാർ കമ്മിറ്റി 100 വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉൾപ്പെടെ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ മേഖലയിലെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ 100 പറഞ്ഞതിനെ പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി 80 പറയുകയും പിണറായി സർക്കാർ അത് 59 കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ന്യൂനപക്ഷ സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറും ഇരട്ടത്താപ്പ് മാത്രമാണ്. ഇതിനോട് അനുബന്ധമായി ഞാൻ പറഞ്ഞതാണ്, പാൻ ഇന്ത്യ തലത്തിൽ ഇതിനെ നോക്കിക്കാണുമ്പോൾ ഇരട്ടത്താപ്പ് ആണ് NDA സർക്കാർ കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ യാത്രകൾ നടത്തിയത്. എല്ലാവരെയും ഒരേപോലെ കാണുന്ന തരത്തിൽ സെക്കുലർ എന്ന് പറഞ്ഞ കൃത്യമായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതത്തിലുള്ളവർക്കും കൃത്യമായ പ്രാതിനിധ്യം കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച രണ്ടാമത്തെ യാത്രയുടെ അജണ്ട. അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന് അതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഇന്നത്തെ NDA സർക്കാരിന് സാധിക്കുന്നില്ല. അതിനെയാണ് യാത്രയിലുടനീളം അദ്ദേഹം ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഈ സിസ്റ്റം പലതരത്തിൽ ശിഥിലമാക്കപ്പെടുകയോ അതല്ലെങ്കിൽ സുതാര്യമല്ലാതെ ആക്കുകയോ ചെയ്തിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള സെക്യുലറായി ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളുടെ ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ആ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് ലഭിച്ച ഊർജം പുതിയ രാഹുലിനെയാണ് നമ്മൾ പാർലമെന്റിനകത്ത് കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹത്തെ വെല്ലുവിളിക്കാനും കഴിയുന്ന രാഹുൽ ഗാന്ധി എന്തായാലും ജനാധിപത്യ ഭാരതത്തിൽ കോൺഗ്രസ്സുകാരല്ലാത്തവർക്ക് പോലും വലിയ പ്രതീക്ഷ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. CPM-കാരന് പോലും അത് രഹസ്യമായെങ്കിലും അംഗീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് വലിയൊരു തട്ടിപ്പാണ്, അത് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതെന്നാണ് ഈ വോട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതേ ഊർജ്ജത്തോടു കൂടി തന്നെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും ഉൾപ്പെടെയുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരും PCCകളും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി തെരുവിലുണ്ടാവില്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭാവിയിലും അനധിവിദൂര ഭാവിയിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് കേവലം ഒരു വശത്തെ ഒരു സൈഡിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഇന്ത്യ രാജ്യവ്യാപകമായി തന്നെ നടത്തപ്പെട്ട ഒരു കൊള്ളയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതും കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രീ KC വേണുഗോപാൽജി പറഞ്ഞിരിക്കുന്നത്, വാരണാസിയിൽ പ്രധാനമന്ത്രി മോദിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും പലതരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വിജയം പോലും സംശയത്തിന്റെ നിഴലിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ കണ്ടതാണ്, ഒരു വേള വാരണാസിയിൽ മോദി പിന്നിൽ പോയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു കുതിപ്പാണ് ഉണ്ടാകുന്നത്. അതായത് ഏതോ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആ മണ്ഡലത്തിൽ വളരെ കുറവ് മാത്രമാണ്, നല്ല ശക്തമായി കോൺഗ്രസിന്റെ സ്വാധീനം ഉള്ളിടത്ത് കോൺഗ്രസിന് ഒന്നും വോട്ട് കിട്ടാതെ BJPക്ക് കിട്ടിയിരിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്കെല്ലാം വിരൽ ചൂണ്ടുന്നത് വളരെ വലിയ തോതിൽ വോട്ട് തിരിമറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലൂടെയും അതുപോലെ വോട്ട് ചേർത്തതിലൂടെയും വോട്ട് ചെയ്തതിലൂടെയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തെരുവിൽ കോൺഗ്രസ് മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ, അതായത് അനൗദ്യോഗികമായി പല കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ വ്യാജ വോട്ട് ചേർത്ത് അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ വ്യാജ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ നരേന്ദ്രമോദിയെ NDA സർക്കാരിനെ താഴെ ഇറക്കുക എന്നത് തന്നെയാണോ
കോൺഗ്രസിന്റെ ലക്ഷ്യം? തീർച്ചയായിട്ടും അത് വളരെ അനധിവിദൂര ഭാവിയിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഈ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളുമായിട്ട് അധിക കാലമൊന്നും ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനൊക്കില്ല. എല്ലാ കാലത്തും എപ്പോഴും എല്ലാവരെയും വിട്ടുകളാക്കാനും കഴിയില്ല. നമ്മൾ കണ്ടതാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പണിയാളുകളായിട്ട് ഇവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കോർപ്പറേറ്റുകളുടെ തോഴനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായി പാർലമെന്റിനും പുറത്തും ശബ്ദമുയർത്തിയതിനു ശേഷമാണ് ആ കോർപ്പറേറ്റ് ബന്ധങ്ങൾ രഹസ്യമായിട്ടുള്ള, ഇപ്പൊ പരസ്യമായിട്ട് ഇല്ലാത്ത ഒരു ബന്ധത്തിലേക്ക് എത്തിയത്. കാരണം നമ്മൾ കണ്ടതാണ്, സാധാരണക്കാർക്ക് എന്നും ഈ സർക്കാർ അന്യമാണ്. അവരൊരിക്കലും തൊഴിലാളികളുടെ കൂടെ ഇല്ല, അവരൊരിക്കലും കർഷകരുടെ കൂടെ ഇല്ല. ഇവിടുത്തെ ചെറുപ്പക്കാർ ജോലിയില്ലാതെ, വളരെ വലിയൊരു ശതമാനം ചെറുപ്പക്കാർക്ക് ജോലി ഇല്ല. വിവിധ നമ്മുടെ ബുദ്ധിയുള്ള തലച്ചോറുകൾ കയറ്റി അയക്കപ്പെടുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ വളരെ ശക്തമായ രീതിയിൽ ഒരു ഒഴുക്കാണ് UK, USA, അതുപോലെ UAE-യിലേക്കും കാനഡയിലേക്കൊക്കെ വളരെ വലിയ ഒഴുക്കാണ് നമ്മുടെ കുട്ടികൾ. ഇവിടുത്തെ വളരെ നല്ല ബ്രെയിൻ, നന്നായി പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നിൽക്കാൻ താല്പര്യമില്ലാത്ത തലത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അത് ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇവിടുത്തെ ഭരണത്തിന്റെ, ഇവിടെ ജോലിയില്ലായ്മ, അതുപോലെ തന്നെ ഇവിടുത്തെ സാഹചര്യം, ജീവിക്കാനുള്ള സാഹചര്യമില്ലായ്മ, അക്രമ SFI ഉൾപ്പെടെയോ DYFI ഉൾപ്പെടെയുള്ളവരുടെ അക്രമ രാഷ്ട്രീയം, അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റം. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തെരുവുകൾ, റോഡുകൾ ഉൾപ്പെടെ യാത്ര ചെയ്യാൻ പോലും സാധാരണക്കാർക്ക് കഴിയാത്ത തരത്തിലേക്ക്, സ്ത്രീകൾക്കാണെങ്കിലോ നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, വെളിച്ചെണ്ണ ഉൾപ്പെടെ എല്ലാത്തിനും വളരെ വലിയ വില. അപ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസമുള്ളവർക്ക് പിൻവാതിൽ നിയമനങ്ങളിൽ കൂടെ അവർ പാർട്ടിയുടെ ആളുകൾക്ക് മാത്രം ജോലി കൊടുക്കുക, സ്വജനപക്ഷപാതമാണ് കാണുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ ബുദ്ധിയുള്ള തലച്ചോറുകൾ കയറ്റിയഴക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അത് UPA, അതുപോലെ തന്നെ UDF മുന്നണി ഉൾപ്പെടെ ഇന്ത്യ മുന്നണി ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്ത്യ മുന്നണി അലയൻസ് എല്ലാവരോടും ചേർന്നുകൊണ്ട് ശക്തമായി ഒരു മുന്നൊരുക്കവുമായി ഇറങ്ങി വന്ന് തെരുവോരങ്ങൾ നല്ല രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ട് ശക്തമായി തന്നെ സമരമുറകളുമായി മുന്നോട്ട് പോകും. മോദി സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ ഈ സമരം മുന്നോട്ട് പോകുമെന്ന് തന്നെ ചെയ്യും.